പോത്തൻകോട് മേലേവീട്ടിൽ റെജി കൊലക്കേസിൽ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രധാന പ്രതിക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ രാജകീയ സുഖ ചികിത്സയെന്ന ആരോപണം. കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതിക്ക് കാലിൽ നീരുണ്ടെന്ന നിസ്സാര കാരണം ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി ആശുപത്രിയിൽ കിടത്തി ചികിത്സ നൽകുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുടെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും ഒത്താശയോടെയാണ് ഈ അനധികൃത സൗകര്യങ്ങൾ ലഭിക്കുന്നതെന്ന പരാതി ഉയർന്നു കഴിഞ്ഞു. പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഹോമിയോ ഡിസ്പെൻസറിയിൽ നിന്നും അടുത്തിടെ തടവുകാർ ഉപയോഗിച്ചിരുന്ന അനധികൃത മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു. ഇതേ ഡിസ്പെൻസറിയിൽ തടവുകാരനായി ജോലി ചെയ്തിരുന്ന പ്രതി ഉൾപ്പെട്ട സംഘമാണ് ഫോൺ ഉപയോഗിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വൻ സുരക്ഷാ വീഴ്ചയും വിവാദവും സൃഷ്ടിച്ച ഈ സംഭവത്തിൽ തുടരന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. ഈ കേസിൽ ഉൾപ്പെട്ട പ്രധാന പ്രതിക്ക് തടവറയ്ക്ക് പുറത്ത് സുഖചികിത്സ ഒരുക്കി അധികൃതർ വീണ്ടും വഴിവിട്ട സഹായം നൽകി. ചികിത്സ വേണ്ട ധാരാളം രോഗികൾ ജയിലിലുണ്ട്. പക്ഷേ ആയുർവേദ കോളേജിലുള്ള ആൾക്ക് അത്ര ഗുരുതരമായ പ്രശ്നമില്ലെന്നാണ് ജയിലിലെ പൊതുസംസാരം. പൂജപ്പുര ജയിൽ സൂപ്രണ്ടിന്റെ പൂർണ്ണ അറിവോടെയും അനുമതിയോടെയുമാണ് ഈ അനാവശ്യ ആശുപത്രി വാസം എന്നാണ് പ്രധാന ആരോപണം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ മറവിൽ പ്രതിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് ആക്ഷേപം. സാധാരണ തടവുകാർക്ക് കൃത്യമായ ചികിത്സ പോലും എത്തിക്കാൻ മടിക്കുന്ന ജയിൽ അധികൃതർ ഭരണസ്വാധീനമുള്ള കുപ്രസിദ്ധ കുറ്റവാളികൾക്ക് ഇത്തരം VIP പരിഗണന നൽകുന്നത് ജയിൽ ചട്ടങ്ങളുടെ പരസ്യമായ ലംഘനമാണ്. കേസിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ശക്തമാണെന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. ജയിലിൽ കിടക്കേണ്ട പ്രതിക്ക് പുറത്ത് സർവ്വ സ്വാതന്ത്ര്യവും ഫോൺ അടക്കമുള്ള സൗകര്യങ്ങളും ഉപയോഗിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ജയിൽ ഹോമിയോ ഡിസ്പെൻസറിയിലെ ഫോൺ വിവാദവും അതിനുശേഷമുള്ള ഈ സുഖ ചികിത്സയും കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു. 2010 സെപ്റ്റംബറിൽ ഓണാഘോഷ പരിപാടികൾ അലങ്കോലപ്പെടുത്തിയതിലുള്ള വിരോധത്തെ തുടർന്നാണ് പോത്തൻകോട് ചെങ്കോട്ടുകോണം SN പബ്ലിക് സ്കൂളിന് സമീപത്ത് വെച്ച് റെജിയെ പ്രതികൾ മൃഗീയമായി കൊലപ്പെടുത്തിയത്. ഓണാഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തിന് പിന്നാലെ ബോംബ് എറിഞ്ഞ് വീഴ്ത്തിയ ശേഷം കൊടുവാളും വെട്ടുകത്തിയും ഇരുമ്പ് പൈപ്പുകളും ഉപയോഗിച്ച് അക്രമി സംഘം റെജിയെ വെട്ടിക്കൊല്ലുകയായിരുന്നു. തുടർന്ന് നടന്ന ദീർഘമായ വിചാരണയ്ക്കൊടുവിൽ 2023 ഒക്ടോബർ 31 തിരുവനന്തപുരം 2ാം അഡീഷണൽ സെഷൻസ് കോടതി കേസിലെ 1ഉം 2ഉം പ്രതികളായ സഹോദരങ്ങളടക്കം 10 പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവും 10 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചത്. കേസിൽ പ്രവീൺ, പ്രശാന്ത്, അനൂപ്, ഉണ്ണി, ശ്രീജിത്ത്, മോനി, ലുട്ടാപ്പി എന്ന അമൽ, ശങ്കർ, വിനീത്, ജിത്തു എന്ന ജിഷ്ണു എന്നിവരെയാണ് ശിക്ഷിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതകം, കൊലപാതക ശ്രമം, നിയമവിരുദ്ധമായി സംഘം ചേരൽ എന്നീ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്കൊരാൾക്കാണ് ഇപ്പോൾ ജയിൽ അധികൃതർ സുഖചികിത്സയ്ക്കുള്ള വഴി തുറന്നു കൊടുത്തിരിക്കുന്നത്. സംഭവം വൻ വിവാദമായതോടെ ആയുർവേദ കോളേജിലെ മെഡിക്കൽ ബോർഡിനോട് പ്രതിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെടാൻ ആഭ്യന്തര വകുപ്പ് നിർബന്ധിതരാക്കിയിട്ടുണ്ട്. സാധാരണക്കാരായ തടവുകാർക്ക് അടിയന്തര ചികിത്സ നൽകാൻ പോലും ജയിൽ അധികൃതർ വിമുഖത കാണിക്കുമ്പോഴാണ് കൊടും കുറ്റവാളികൾക്ക് ഭരണസ്വാധീനത്തിന്റെയും രാഷ്ട്രീയ ബന്ധങ്ങളുടെയും ബലത്തിൽ VIP പരിഗണന നൽകുന്നത്.